ഗൈസ്, ആസിഫ് അലിയെ നായകനാക്കി സേതുനാഥ് പത്മകുമാർ എന്ന നവാഗത സംവിധായകൻ അങ്ങേരെ തന്നെ തിരക്കഥ നിർവഹിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിലീസാകാതിരിക്കാനായിട്ട് കോർട്ടിൽ കേസും കാര്യങ്ങളൊക്കെ നടന്നു. അത് ഇപ്പോഴാണ് റിലീസായത്. നേരത്തെ റിലീസാകേണ്ട പടമായിരുന്നു. പടം അങ്ങനെ കണ്ടു. പടത്തിൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് പടം, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. കാരണം ഒരുപാട് കുറവുകളുള്ള പടങ്ങളാണ്, ഒരുപാട് പോസിറ്റീവുള്ള സിനിമയാണ്. ഈ സിനിമ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരുഷന്മാരുടെ വിവാഹശേഷം അനുഭവിക്കുന്ന പ്രയാസം കാര്യങ്ങളും ഡിവോഴ്സിന്റെ വക്കിലെത്തുന്ന നിമിഷങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ചാണ്. ഒരു കോർട്ട് റൂം ഡ്രാമ പോലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫാണ് പടം ഒന്ന് കയറി ക്ലച്ച് പിടിക്കുന്നതെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫ് ആസിഫ് അലി നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഓരോ ദിവസം കഴിയുന്നവരും അഭിനയം മികച്ച രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിനെ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. എന്നാലും കുറെ ഫോൾഡുകളൊക്കെ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന ഒരു പെൺകുട്ടി, പുതിയ പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പെൺകുട്ടിയുടെ പേര് എനിക്കറിയത്തില്ല. പെൺകുട്ടി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പെൺകുട്ടിയോട് നല്ല വെറുപ്പ് തോന്നും. അമ്മാതിരി അങ്ങനത്തെ ക്യാരക്ടർ ക്രിയേഷനാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇതില് നമുക്ക് ദഹിക്കാതെ പോകുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവോഴ്സിലൊക്കെ എത്താനുള്ള കാരണം അതെന്നൊക്കെ പറഞ്ഞാൽ വളരെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാരണങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഈ പടത്തിലെ കല്ലുകടി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, സിനിമയിൽ പിന്നെ മറ്റു വരുന്ന ക്യാരക്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ആസിഫ് അലിയുടെ കൂട്ടുകാരായിട്ട് വരുന്ന ആനന്ദ് മന്മഥൻ, അതുപോലെ തന്നെ ആസീസ് നെടുമങ്ങാട്, ഇവരൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ എന്നാലും കുറെ കോമഡികൾ ഇവര് കോമഡിക്ക് വേണ്ടി എടുത്തിട്ടേക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഇതില് ആസീസ് നെടുമങ്ങാട് ഒരു RSS ചായയുടെ ഒരു വ്യക്തിയായിട്ടാണ് കാണിച്ചേക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സോഡ ഫാക്ടറിയുടെ പേര് പോലും അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് കോമഡി ഉണ്ടാക്കാമായിരുന്നെങ്കിൽ പോലും അത്രയും അവര് ഉപയോഗിക്കാതെ ചെറിയ ചെറിയ തട്ടുമുട്ട് കൊടുത്തിട്ടാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരന്റെ ഭാഗം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനന്ദ് മന്മഥനാണെങ്കിലും രണ്ടുപേരും കുറച്ച് ചേട്ടനും അനിയനായിട്ടാണ് കറക്റ്റ് ചേരുന്നുണ്ട് ആ ഒരു കോമ്പിനേഷൻ. അത് മാത്രമല്ല, പിന്നെ അതിന് ഇതിനകത്ത് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എന്താ പറയാ, ചവറ് പോലെ വാരിയിട്ടേക്കാണ്. എന്ത് സീൻ വന്നാലും മ്യൂസിക്കാണ്, എന്ത് സീൻ വന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേറ്റി അങ്ങ് അടിച്ചേക്കും. ഒരുമാതിരി സീരിയൽ ടൈപ്പ് പോലെ ആയിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് സിനിമ നമുക്ക് സീരിയൽ പോലെ ഫീൽ ചെയ്യുന്നത്. കാരണം സംസാരിക്കുന്ന വിഷയം തന്നെ ഒരു സീരിയൽ ടൈപ്പാണ്. കൂടുതലും സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ് പടം മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അതിനകത്ത് സീരിയൽ ടൈപ്പ് ആകാൻ കാരണം തന്നെ സ്ത്രീകളാണ് ഇതിൽ കൂടുതലും വില്ലത്തികൾ. എല്ലാവരും വില്ലത്തരമുള്ള സ്ത്രീകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരുമാതിരി വരുന്ന നായികയായാലും ശരി, നായിക സപ്പോർട്ട് ചെയ്യുന്ന വക്കീലായിട്ട് വരുന്ന ലേഡിയാണെങ്കിലും ശരി, അവരുടെ അമ്മയാണെങ്കിലും ശരി, എല്ലാവരും ഒരു എന്താ പറയാ. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു സീരിയലിന്റെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ ജഗദീഷ് ചേട്ടൻ വരുന്നുണ്ട്. ജഗദീഷ് ചേട്ടൻ സൂപ്പറാണ് കേട്ടോ. വക്കീലായിട്ടാണ് വരുന്നത്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഴയ നടൻ വിജയകുമാറും വക്കീലായിട്ടാണ്. പുള്ളി ശരിക്കും പറഞ്ഞാണ്ടല്ലോ നല്ലൊരു നടനാണ്. പുള്ളി ആരും അങ്ങോട്ട് വിനിയോഗിക്കുന്നില്ല. അതാണ് ഈ പടത്തിലെ ഈ പടത്തിലല്ല, സിനിമ ഇൻഡസ്ട്രിയിലൊരു ഏറ്റവും വലിയ കുറവ്. ഇപ്പോൾ ഒരുപാട് പുതുമുഖ നടന്മാർക്ക് അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലുള്ള മികച്ച നടന്മാരുണ്ടായിരുന്ന ഇതെങ്ങനെയൊക്കെ തെളിയിച്ചു വെച്ചിട്ടുള്ളൂ. ഒരു വിജയകുമാർ എന്ന് പറയുന്ന നടൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കാലിബർ എന്താണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള ഒരു നടന്മാരെ ആരും വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം തോന്നുന്നത്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ആസിഫ് അലിയുടെ ഈ കല്യാണത്തിലോട്ട് കടക്കുന്ന ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അതിനുശേഷം കല്യാണത്തിന് ശേഷം അങ്ങേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഡിവോഴ്സ് ആകുന്നതിന്റെ കാരണം നമുക്ക് ശരിക്കും കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഓർക്കും, ഇതിനായിരുന്നു ഇവര് ഡിവോഴ്സ് ആയത്. അതാണ് ശരിക്കും പറയുന്നത് നമുക്ക് ചിരി വരുന്നത്. അത് ഇതിനു മുമ്പ് ഇതുപോലെ ഈ ഒരു ടെംപ്ലേറ്റ്, അതായത് നമ്മുടെ ഈ പുരുഷന്മാരുടെ അടിച്ചമർത്തപ്പെടുന്നു, സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഈ ഒരു കാറ്റഗറി സംസാരിക്കുന്ന സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സിനിമ റിലീസായപ്പം എല്ലാവരും മുഖ്യധാര സ്ത്രീകളും, അതായത് നമ്മുടെ ഈ ഫെമിനിസ്റ്റ് സ്ത്രീകളൊക്കെ എടുത്തു പിടിച്ചുകൊണ്ടാണ് ഒരു സിനിമയായിരുന്നത്. പക്ഷേ നമ്മുടെ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ് ഇത്. പക്ഷേ ഇത് എടുത്തു പൊക്കി നടക്കാൻ ആരുമില്ല. അതിനൊരു കാരണമുണ്ട്. ഈ പടം എഴുതി വെച്ചേക്കുന്നത് അതുപോലെയാണ്. ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസ് ഭയങ്കര വീക്കാണ്. ഡിറക്ഷൻ വൈസ് ആണെങ്കിലും ഓക്കെ എന്നാൽ പോലും ഒന്നുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. അപ്പം നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണുക. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.